നമ്പീനാരായണൻ, താങ്കള് അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ, ചാരൻ എന്ന് മുദ്ര കുത്തി പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ ക്രയോജനിക് സിസ്റ്റം അതിന്റെ പ്രോജക്ട് ഡയറക്ടറായിരുന്നു. അതെ, ആ സമയത്ത് 1994 തിരുവനന്തപുരത്ത് വലിയ മലയില്. അതിലെന്തായിരുന്നു റോൾ? Actually, I was the project director for the cryogenic systems. Of course, I was also the project director for the second stage and the fourth stage and the strap-on. So many other positions, I don't want to go. The prime responsibility I had at that time was cryogenic in the project. Project director means he is all in all. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ചിലപ്പോൾ 2-3 മിനിറ്റ് എടുത്തിട്ട് വരാം, പക്ഷെ എന്നാലും അത് പറയണം. ഇത് അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്നെ അറസ്റ്റ് ചെയ്തു. എന്റെ കൂടെ മിസ്റ്റർ ശശികുമാർ, ഹി വാസ് ദ ഡെപ്യൂട്ടി പ്രോജക്ട് ഡയറക്ടർ ഫോർ ക്രയോജനിക്, അങ്ങനെ അറസ്റ്റ് ചെയ്തു. മൂന്നാമത് ചന്ദ്രശേഖരൻ, ബാംഗ്ലൂർ. ഹി ഈസ് ആക്ച്വലി എ റെപ്രസെന്റേറ്റീവ് ഓഫ് ദ റഷ്യൻ കമ്പനി ഗ്ലാസ് കാസ്മോസ്, വിത്ത് ഹൂം വി ഹാവ് ക്രയോജനിക് അഗ്രിമെന്റ്. ഇത് 3 പേര് പ്രൈവറ്റ് ഏജൻസിയാണ്. അത് ഗവൺമെന്റ്, അത് റഷ്യൻ കമ്പനി. പക്ഷേ ഇന്ത്യയിൽ അതിന്റെ റെപ്രസെന്റേറ്റീവ് നമ്മൾ പറയുന്ന ചന്ദ്രശേഖർ. ഹീസ് എ പ്രൈവറ്റ് പേഴ്സൺ. He's a private person. He's a representative. He was representing the company as far as that contract officially. അപ്പൊ ഇതിനകത്ത് ഈ 3 പേരും ക്രയോജനിക്കിൽ ബന്ധപ്പെട്ടവരാണ്. ഇതിന് പുറത്ത് ഇത് നമ്മുടെ അമേരിക്കൻ പ്രഷർ കൊണ്ടിട്ട് ദി റഷ്യൻസ് ആർ ഗോയിങ് ബാക്ക് ഓൺ ദ കോൺട്രാക്ട്. ദേ യൂസ് ദ വേർഡ് ഫോഴ്സ് മെഷൂർ. അവർ പറയുന്നത് ഒറിജിനൽ കോൺട്രാക്റ്റില് ടെക്നോളജി തരണം, ഹാർഡ്വെയർ തരണം. പിന്നെ റീനെഗോഷിയേറ്റഡ് കോൺട്രാക്റ്റില് ദേ ഗേവ് മീ ഓൺലി ദി എഞ്ചിൻസ്. റഷ്യയുടെ മേൽ അമേരിക്കൻ പ്രശ്നം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഷുവർ, അത് യാതൊരു സംശയം വേണ്ട. റഷ്യ ഓൺ ഇറ്റ്സ് ഓൺ കോൺട്രാക്ട് ബ്രേക്ക് ചെയ്തെന്നാണ് പറയുന്നത്. ഇല്ല, റഷ്യൻസ് വെയർ ഹെൽപ്ലെസ്. അവർ ആ സമയം ഡിസ്ഇന്റഗ്രേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ അവർ റീനെഗോഷിയേറ്റ് ചെയ്ത് ഇത് മറ്റേ ഹാർഡ്വെയർ മാത്രം തരാമെന്ന് പറയുന്നു. അപ്പൊ നമ്മൾ സമ്മതിക്കേണ്ടി വന്നു. ഹാർഡ്വെയർ വാങ്ങിക്കുമ്പോൾ റീനെഗോഷിയേഷനിൽ തന്നെ I thought that it is time to get something faster before ആ പ്രഷർ മുഴുവനായിട്ട് വരുന്നതിന് മുമ്പ്. അപ്പൊ എന്നെ സഹായിച്ചത് പ്രൊഫസർ ദുനൈബ് ആൻഡ് മിസ്റ്റർ അലക്സി വാസിൻ ആൻഡ് ദിസ് റെഡ്ഡി ഫ്രം ഹൈദരാബാദ്. ഇസ് എ പ്രൈവറ്റ് കമ്പനി ആൻഡ് ദിസ് ഉറാൽ ഏവിയേഷൻ. ഇവർ വഴിക്കാണ് ഞാൻ ഒരു 3-4 ലോഡ് ഇവിടെ കൊണ്ടുവന്ന് ട്രിവാൻഡ്രം എയർപോർട്ടിൽ ഇറക്കുന്നത്. എന്റെ ഫാബ്രിക്കേറ്റഡ് സാധനമാണോ? ഫാബ്രിക്കേറ്റഡ്, സെമി ഫാബ്രിക്കേറ്റഡ്, റോ മെറ്റീരിയൽസ് സകലതും. അതിനകത്ത് ഫ്യൂവൽ അല്ല, ഇറ്റ്സ് ക്രയോജനിക്കിന്റെ ആവശ്യമുള്ള മെറ്റീരിയൽസ്. ഡീറ്റെയിൽസിനകത്ത് ഞാൻ പോകുന്നില്ല, പോകാൻ പാടില്ല. പക്ഷേ ഇതെല്ലാം പിന്നീട് പ്രസ്സിൽ വരികയാണ്. നമ്പിനാരായണനും ചന്ദ്രശേഖരനെയും ശശികുമാറിനെയും അറസ്റ്റ് ചെയ്യുന്നു. പിന്നെ ഈ ഉറാൽ ഏവിയേഷന്റെ പേര്, ദുനൈബിന്റെ പേര്, പിന്നെ അലക്സിവാസിന്റെ പേര്, ഇതെല്ലാം പുറത്തു വരികയാണ്. എങ്ങനെ? ആര് പറഞ്ഞു കൊടുത്തു? നമ്പിനാരായണൻ പറഞ്ഞു കൊടുത്തു ആയിക്കൂടെ? അത് എങ്ങനെ? നമ്പിനാരായണൻ പറയാൻ ബട്ടാണോ നമ്പിനാരായണന്? അത് അഡ്മിറ്റിംഗ് ദ ക്രൈം അങ്ങനെയല്ല. ദിസ് ഈസ് സർട്ടൻലി ടോൾഡ് ബൈ എ ഫോറിൻ ഏജൻസി. പോലീസ് നിങ്ങളുടെ മേൽ ശക്തി എന്നുവെച്ചാൽ 3ാം മുറ ഉപയോഗിച്ചിരുന്നില്ലേ? അതെ. അപ്പം ആരെങ്കിലും പറഞ്ഞു പോലും, നമ്മൾ എത്ര ശക്തനാണെങ്കിലും ഞാനാണെങ്കിലും പറഞ്ഞു. അത് നിങ്ങളായിരിക്കാം, ഞാനല്ല. പറഞ്ഞില്ല, ഒറ്റക്ഷരം പറഞ്ഞില്ല. ഇതിനല്ല ഈ സ്പേസിന്റെ രഹസ്യങ്ങള് പോലീസ് ഇടുക്കുകയും ഒക്കെ ചെയ്തപ്പോൾ പറഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത്. ഒരു അക്ഷരം ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ സത്യം മാത്രം കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു. ഐ ഹാവ് നോട്ട് ഡൺ ഇറ്റ്, ഐ ഹാവ് നോട്ട് ഡൺ എനി ക്രൈം. അവസാനം താഴെ വിടുന്നത് വരെ അങ്ങനെയായിരുന്നു ഞാൻ ചെയ്തത്. ഇതിനകത്ത് ഒരു ഇമ്പോർട്ടന്റ് മാറ്ററാണ് ഐ എം ട്രൈങ് ടു കമ്മ്യൂണിക്കേറ്റ്. ഇത്ര പേരുടെയും പേരും കോമൺ ഡിനോമിനേറ്റർ ഈസ് ക്രയോജനിക്. ഇത്രയും പേര് ആരൊക്കെ? നമ്പിനാരായണൻ, ശശികുമാർ, ചന്ദ്രശേഖർ, നോട്ട് എസ് കെ ശർമ്മ, ചന്ദ്രശേഖർ. ആൻഡ് അത് കഴിഞ്ഞിട്ട് യുറാൽ ഏവിയേഷൻ, അലക്സി വാസിൻ, പിന്നെ പ്രൊഫസർ ദുനൈബ് ആൻഡ് MTR റെഡ്ഡി. അവരൊക്കെ എന്തൊക്കെ കണക്ഷൻ കൊടുത്തെന്ന് അറിയാമോ? അപ്പൊ ഇവര് ഇമാജിനേഷനിലെ ഈ പേരൊന്നും വരത്തില്ല, ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് സർട്ടൻലി ആക്ച്വലി ഐ ടെൽ യു, ഐ അലോൺ നോ ദ നെയിംസ്. പക്ഷേ നമ്പിനാരായണൻ, താങ്കൾ പോലീസിനോട് ചോദ്യം ചെയ്യൽ ഈ പേരുകളൊന്നും പറഞ്ഞിട്ടേ ഇല്ല. ഫസ്റ്റ് ഓഫ് ഓൾ പറയേണ്ട കാര്യമില്ല. അവർ എന്നോട് ഈ പേരും പറഞ്ഞ് എന്നോട് ചോദിക്കുന്നില്ല, അവർക്കറിയില്ല. അപ്പമാണ് ഞാൻ എന്റെ സംശയം തുടങ്ങിയത്. ദാറ്റ് ദിസ് ഈസ് കമ്മിങ് ഫ്രം അനദർ പേഴ്സൺ ഹു നോസ് ദ നെയിം. അത് ആരാണ്? ദാറ്റ് മീൻസ് ഇറ്റ്സ് എ ഫോറിൻ ഫോഴ്സ്. സിബി മാത്യു കേരള പോലീസിലെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ്. കളങ്കമില്ലാത്ത ഒരു ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥനാണ്. ഒരു കള്ളത്തിൽ അദ്ദേഹം കാണിക്കില്ല, കൈക്കൂലി മേടിക്കുന്നയാളല്ല. എനിക്ക് വ്യക്തം. എന്നോട് വേറൊരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് കേരള പോലീസിലെ ഏറ്റവും വിദഗ്ധനായ കുറ്റാന്വേഷകൻ കൂടിയാണ് സിബി മാത്യൂസ്. പക്ഷെ അദ്ദേഹത്തിന് ഒരു വീഴ്ച വരുമെന്ന് അജിത് കരുതുന്നുണ്ടോ? ജേക്കബ് ചൂണ്ടിക്കാണിച്ചതുപോലെ എനിക്കും ഈ സംശയമുണ്ടായി. വർഷങ്ങൾക്ക് ശേഷം ഞാൻ സിബി മാത്യുവിനോട് നേരിട്ട് സംസാരിച്ചു.
വിശദമായി സംസാരിച്ചു ചാരക്കേസിനെ കുറിച്ച്. ഇത് ചാരക്കേസ് നടന്നു എന്ന് അദ്ദേഹം ഇപ്പോഴും വിശ്വസിക്കുന്നു എന്നാണ് എന്നോട് അദ്ദേഹം പറഞ്ഞത്. ADGP ആയിരുന്ന സമയത്താണ് പറഞ്ഞത്. അപ്പോ ഞാൻ ചോദിച്ചു എന്താ കാരണം, പിന്നെ അല്ലെങ്കിൽ എന്താണ് നടന്നത് എന്നാണ് അദ്ദേഹം എന്നോട് ചോദിച്ചത്. ഒന്ന്, മറിയം റഷീദ ഒരു രഹസ്യ പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥയാണ്. അവരിവിടെ വന്നത് അവരുടെ ദൌത്യം നിറവേറ്റാൻ വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ അവർ വന്നത് അവരുടെ ദൌത്യം നിറവേറ്റാൻ വേണ്ടിയാണെങ്കിൽ അതൊരു സ്പൈ വർക്കല്ലേ, അതാണ് പറഞ്ഞത്. അപ്പൊ ആ തരത്തിൽ ഞാനൊന്ന് പല പ്രാവശ്യം ആവർത്തിച്ചു ചോദിച്ചു. നേരത്തെ ജേക്കബ് പറഞ്ഞ പോലെ ആ ക്രെഡിബിലിറ്റിയും അദ്ദേഹത്തിന്റെ ക്രെഡൻഷ്യൽസും ഒക്കെ നമ്മൾ വിശ്വസിക്കുന്നതുകൊണ്ട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു അങ്ങനെ നടന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാണ് സിബി മാത്യു ഒടുവിലും പറഞ്ഞത്. അപ്പോൾ കേരള പോലീസ് ഈ കേസ് പ്രിസിപ്പിറ്റേറ്റ് ചെയ്ത് വന്നതിലും കേസിന്റെ റിപ്പോർട്ടിംഗ് നല്ലതോ ചീത്തയോ എന്നുള്ളതല്ല, അങ്ങനെ വികാസം പ്രാപിച്ചതിലും കേരള പോലീസിന് ഒരു പങ്കുമില്ല എന്ന് വിജയനെ പോലുള്ള ആൾക്കാർ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. അത് ഒരു പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്. അല്ല, കേരള പോലീസിന് പങ്കുണ്ടായിരുന്നു. കാരണം കേരള പോലീസിന്റെ റിപ്പോർട്ട്, ആ റിപ്പോർട്ട് സഹിതമാണല്ലോ CBIക്ക് കേസ് കൊടുക്കുന്നത്. CBI അല്ലേ ചെയ്യുന്നത് കേരള പോലീസിന്റെ കണ്ടെത്തലുകളാണ്. മറ്റൊന്നുകൂടെ, ഓരോ കണ്ടെത്തലും തെറ്റാണ് എന്ന് വിശദീകരിക്കുന്നുണ്ട്. ഒരു കാര്യം കൂടെ പറയാം. അതിനകത്ത് പിന്നെ ദുരൂഹത രാഷ്ട്രീയമായി കെ.കരുണാകരനെ താഴെയിറക്കാനുള്ള ശ്രമം നടക്കുന്നതോടൊപ്പം തന്നെ ദുരൂഹതകൾ പല തലങ്ങളിൽ നടന്നു. പ്രധാനമന്ത്രിയും ഒരു ഷെഡ്യൂൾ ഇല്ലാതെ അന്നത്തെ CBI ഡയറക്ടറും കേരളത്തിൽ വരികയും ആ ഉടൻ തന്നെ CBI കേസ് മാറുകയും ഒക്കെ ചെയ്തത് അങ്ങനെ അന്ന് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്ത നരസിംഹറാവു മകനെ രക്ഷിക്കാൻ വേണ്ടിയാണെന്നൊക്കെ റിപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ ദുരൂഹത സൃഷ്ടിക്കുന്ന കാര്യത്തിൽ ഇവരൊക്കെ മുൻപന്തിയിൽ നിന്നു എന്നുള്ളത് നമ്മൾ കാണാം. ആ ഒരു പോയിന്റ് ഇപ്പൊ അജിത്ത് പറഞ്ഞതിനകത്ത് തന്നെ നരസിംഹറാവു ഒരു മേഡ് ആൻ അൺഷെഡ്യൂൾഡ് വിസിറ്റ് എന്നുള്ളതാണ്. അത് ഫാക്ച്വലി തെറ്റ്. നരസിംഹറാവു അൺഷെഡ്യൂൾഡ് വിസിറ്റ് വന്നതിന് കോവളത്തുള്ള ഇന്ത്യൻ കൌൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസിന്റെ ഒരു ഇന്റർനാഷണൽ സെമിനാർ സെമിനാർ ഇനോഗ്രേറ്റ് ചെയ്യാനായിട്ടാണ്. ഞാൻ ICCRനിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ICCRന്റെ ഒരു പ്രോഗ്രാം ഇന്ന് നടക്കുന്ന പ്രോഗ്രാം ഇന്നലെയല്ല തീരുമാനിക്കണം, 6 മാസം മുമ്പേ തീരുമാനിക്കും. പിന്നെ നരസിംഹറാവുവിന് CBIയുടെ ഡയറക്ടറോ IBയുടെ ഉദ്യോഗസ്ഥനെ കാണാൻ കേരളത്തിൽ വരണ്ട, ഡെയിലി ബേസിസ് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ചെയ്തു എന്നുള്ളതാണ്. അത് കേരളത്തിൽ വരണ്ട, ആ ഉദ്യോഗസ്ഥനെ വിളിച്ചാൽ മതി. അല്ല ജേക്കബ്, അന്ന് ഇതിൽ ഞാൻ പറഞ്ഞത് ഇതിന്റെ ഒരു കാര്യങ്ങൾ അങ്ങനെ വന്നപ്പോ അന്ന് നരസിംഹറാവുവിന്റെ മോൻ അതുപോലെ തന്നെ ആ അക്കമ്പനി ചെയ്തു CBI ഡയറക്ടർ. എന്നാൽ ഡൽഹി വെച്ച് അങ്ങ് സംസാരിച്ച് തീർത്താ പോലെ. അപ്പൊ എന്ന് പറയുമ്പോൾ അതിനൊക്കെ പത്രക്കാർ നേരത്തെ പറഞ്ഞ ദോഷൈക ദീർഘകളാണെങ്കിൽ പോലും അതിനൊക്കെ പുതിയ മാനങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. പുതിയ അനുമാനങ്ങളും തെളിവുകളും പുതിയ മാനങ്ങൾ ഉണ്ടാക്കി. പക്ഷെ പത്രക്കാർ അടിസ്ഥാനപരമായിട്ട് അന്വേഷിക്കേണ്ട ചില കാര്യങ്ങൾ പത്രക്കാരോ ഇവിടുത്തെ പോലീസുകാരോ നോക്കിയില്ല. കാരണം ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ഇന്ത്യൻ ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് 1923. നിങ്ങൾ ഇതിന്റെ ആദ്യത്തെ രേഖകൾ നോക്കുക, അതിലെല്ലാം ഇന്ത്യൻ ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് 1920 എന്ന് എഴുതിയിരിക്കണം. ഒരു റെക്കോർഡ് വരുമ്പോൾ നിങ്ങൾ അതിന്റെ ഇയർ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. മാത്രമല്ല അതിന്റെ സെക്ഷൻ 13(3) പറയുന്നു, നോ കോർട്ട് shall take cognizance of an offence of any offence under this act unless upon a written complaint to the magistrate by the appropriate authority. Appropriate authority എന്താണ് സെക്ഷൻ 13(5) പറയുന്നു. ദാറ്റ് ഈസ് ഇൻ ദിസ് പർട്ടിക്കുലർ ISR കേന്ദ്ര സംബന്ധമാണ്, ഇറ്റ് ഈസ് സെൻട്രൽ ഗവൺമെന്റ്. അതായത് ഒരു ഇതുപോലൊരു എസ്പിയോണേജ് കേസ് അണ്ടർ IOS ആക്ട് വന്നെങ്കിൽ the genesis of the case is a written complaint by the appropriate authority to the magistrate under section 200 CRPC. Not an FIR under section 154 CRPC. പോലീസ് എടുത്തിരിക്കുന്നത് ഇറ്റ്സ് എ പോലീസ് FIR അണ്ടർ സെക്ഷൻ 154. കേരള പോലീസിന് ഇന്ത്യൻ ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് അനുസരിച്ച് ISROയിൽ നടന്നു എന്ന് പറയുന്ന ഒരു സംഭവത്തെക്കുറിച്ച് കേസെടുക്കാൻ നിയമപരമായ അവകാശം ഇല്ല. ഇത് അറിയാത്തവരാണോ കേരള പോലീസ്? അല്ല. ഞാൻ പറയുന്നത് ഇവരോട് they were obeying dictates from above. ആ എബോവ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ കോൺസ്പിറസി. ഈ ISRO ചാരക്കേസ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ നീറ്റ് കോൺസ്പിറസി പ്ലാൻഡ് എക്സിക്യൂട്ടഡ് ബൈ CIA. ഞാൻ ശ്രീ നമ്പിനാരായണൻ, ശ്രീ ശശികുമാർ അവർ അനുഭവിച്ച ബുദ്ധിമുട്ടുകളെ ഒന്നും കുറച്ചു കാണുന്നില്ല. അവരെ സംശയിക്കുന്ന ആളുമല്ല. സംശയത്തോടെ ദൃഷ്ടിയിൽ അവർ വന്നത് തന്നെ തെറ്റായി പോയി എന്ന് വിശ്വസിക്കുന്ന ആളാണ്. എന്റെ ചോദ്യം, നേരത്തെ രാജശേഖരൻ പുസ്തകം എഴുതിയ ആളായിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാം. സിബി മാത്യുവിനെ പോലെ കേരള പോലീസിന്റെ ഒരു എൻറ്റയർ ടീം, അപ്പോൾ കേരള പോലീസിന് അങ്ങനെ ആ തരത്തിൽ IBയുടെയും കേരള പോലീസിന്റെയും ഒരു വലിയ ടീം, ചെറിയ തോതിലല്ല, വലിയ രാഷ്ട്രീയ പ്രത്യാഘാതം ഉണ്ടാക്കിയ കേസാണ്. അങ്ങനെ വരുമ്പോൾ ഇതുപോലെ ഒരു ചിന്തയും ഒരു ചർച്ചയും ഒരു തീരുമാനവും ഇല്ലാതെ ഇവരെയൊക്കെ CIAക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് അത് പ്രായോഗികമാണോ? അല്ല, CIA അല്ല. CIA വാസ് ഓപ്പറേറ്റിംഗ് ത്രൂ മോൾസ് ദേ ഹാവ് പ്ലാൻഡ് ഇൻ IB. IBക്കാരാണ് ഡയറക്ഷൻ കേരള പോലീസ്. കാരണം നിങ്ങൾ നോക്കുകയാണെങ്കിൽ വിജയന്റെ തന്നെ
കേസ് വിജയൻ എഴുതുന്നുണ്ട്, മറിയം ദേശത്തെ ചോദ്യം ചെയ്യുമ്പോൾ വിജയൻ വാസ് ആസ്ഡ് ടു സ്റ്റേ ഔട്ട് ബൈ IB പേഴ്സൺ. IB ആളുകളാണ് ചോദ്യം ചെയ്യുന്നത്. തിരുവനന്തപുരത്തെ കോടതി വിജയനാണ് അറസ്റ്റ് ചെയ്തത്. മറിയ റഷീദയെ വിജയനെയാണ് ഏൽപ്പിക്കുന്നത്. മറിയ റഷീദയെ കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കുന്നത് വിജയന്റെ കസ്റ്റഡിയിലേക്കാണ്. ആ വിജയൻ ആ പെണ്ണിനെ IB-ക്കാർക്ക് കൊടുത്തു. ഇല്ലീഗൽ ആക്ട്. IB-ക്ക് ഇത് ചോദ്യം ചെയ്യാൻ അവകാശമില്ലെന്ന് കോടതി ഉത്തരവുകളുണ്ട്. IB-ക്ക് ഇവരെ ചോദ്യം ചെയ്യാനും IB-യുടെ ചുമതല അതല്ല. കാരണം കേരള പോലീസ് അന്ന് എനിക്ക് അന്ന് വിജയനെതിരെ ഞാൻ റിപ്പോർട്ട് എഴുതിയതിന്റെ പേരിൽ എനിക്കെതിരെ അദ്ദേഹം മാനനഷ്ട കേസും കൊടുത്തു. അല്ല, വിജയൻ എല്ലാവർക്കെതിരെ മാനനഷ്ട കേസ്. അതുകൊണ്ടല്ല, അത് ഞാൻ പറയാം. അല്ല, വിജയൻ നിങ്ങൾക്കെതിരെ മാറി എല്ലാ കേസുകളും. അല്ലല്ല, എല്ലാ കേസുകളും മാറി. അജിത്തിന് ഒരു പോയിന്റ്, നല്ല വാലിഡ് പോയിന്റ് ആണ്. അതായത് ഐ എം സെയിങ് എനി ഫോറിൻ ഏജൻസി അവർക്ക് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടെങ്കിൽ ദേ പ്ലാൻ ഇറ്റ് ഇംപെക്കബിളി വെൽ. നിങ്ങൾ അവരെ തൊടാൻ നോക്കൂല, അവരെ അടുക്കാൻ നോക്കൂല, ട്രേസ് ചെയ്യാൻ പോലും നോക്കൂല.